ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. ന്യായാധിപന്മാരുടെ പുസ്തകം, ദൈവത്തിൻ്റെ സ്തോത്രം, 8-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം. 8-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം ഞാൻ തന്നെ വായിക്കാം. ഗിദെയോൻ്റെ കാലത്ത് ദേശത്തിന് 40 സംവത്സരം സ്വസ്ഥതയുണ്ടായി. ഗിദെയോൻ്റെ കാലത്ത് ദേശത്തിന് 40 സംവത്സരം സ്വസ്ഥതയുണ്ടായി. ഗിദെയോൻ്റെ കാലം, ദൈവത്തിൻ്റെ സ്തോത്രം, അത് സ്വസ്ഥതയുടെ കാലമായിരുന്നു. ഗിദെയോൻ അധികാരത്തോടെ ഭരിക്കുന്ന കാലം, അത് ജനം സന്തോഷത്തോടും സമാധാനത്തോടും സ്വസ്ഥതയോടും കൂടി ജീവിച്ചതായ ഒരു കാലഘട്ടമായിരുന്നു. അതേ സമയത്ത് എല്ലാ വിധത്തിലും ശത്രു ഒന്നിച്ചുകൂടി ഇസ്രായേലിനെ നശിപ്പിക്കാൻ നോക്കുന്ന ഒരു കാലമായിരുന്നു. അമാലേക്യരും മിദ്യാന്യരും എല്ലാവരും കൂടി ഒന്നിച്ച് നിന്നുകൊണ്ട്, ദൈവത്തിൻ്റെ സ്തോത്രം, ഇസ്രായേലിനെതിരായി കൂട്ടം കൂടിയിരിക്കുന്ന ഒരു സമയം. അപ്പോൾ ദൈവമക്കൾക്ക് ജയവും സ്വസ്ഥതയും സമാധാനം നൽകുവാൻ ദൈവം എടുത്തു ഉപയോഗിച്ചതായ ഒരു ദൈവത്തിൻ്റെ പ്രിയദാസനാണ് ഗിദെയോൻ. യോവാശിൻ്റെ മകൻ ഗിദെയോൻ. ദൈവത്തിൻ്റെ സ്തോത്രം. ഇനി നാം ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്, ഈ ഗിദെയോനെ ദൈവം ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഏതെല്ലാം പടികളാണ് ദൈവം ഉപയോഗിച്ചത്. ദൈവം ഗിദെയോനെ ഉയർത്തിയതായിരിക്കുന്ന പടികൾ, ഗിദെയോനെ വിജയത്തിലേക്ക് നയിക്കുവാൻ ദൈവം നടത്തിയതായിരിക്കുന്ന വഴികൾ. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഒരു ദൈവവൈതലിനെ ദൈവം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം മരുക്കിയെടുക്കും. ബേസിക്കലി, അടിസ്ഥാനപരമായി നമ്മൾ ആരും നല്ലവരല്ല, ദൈവികമായ പ്രകൃതിയുള്ളവരല്ല. ദൈവത്തിൻ്റെ മകളെ വളരെ സ്നേഹത്തോടെ ഉപയോഗിക്കാൻ തക്കവണ്ണമുള്ളൊരു പ്രകൃതിയും സ്വഭാവമേന്മയും അല്ല നമുക്കുള്ളത്. എന്നാൽ ദൈവം ചിലരിൽ ആശ വച്ചിട്ട് അവരെ വളർത്തി എടുക്കുകയാണ്. ഇവിടെ ഗിദെയോനെ ദൈവം ഉപയോഗിക്കുവാൻ തക്കവണ്ണം രൂപാന്തരപ്പെടുത്തി എടുക്കുവാൻ ഉപയോഗിച്ചതായ പടികൾ ഏതെല്ലാമാണ്? ദൈവത്തിൻ്റെ സ്തോത്രം, ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഈ ഗിദെയോൻ എന്ന് പറയുന്ന വ്യക്തി ശത്രുവിൻ്റെ മേൽ ജയം പ്രഖ്യാപിക്കുവാൻ തക്കവണ്ണം, ജയാളിയാകുവാൻ തക്കവണ്ണം ദൈവമെടുത്ത് ഉപയോഗിച്ച് ശരിയാണ്. പക്ഷെ ബേസിക്കലി അടിസ്ഥാനപരമായിട്ട് ഒരു ഭയചകിതനാണ്, ഒരു പേടിത്തുണ്ടമാണെന്ന് പറയും. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. കാരണം എന്നാ അറിയാമോ? 6-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ. അനന്തരം യഹോവയുടെ ദൂതൻ വന്ന് ഓഫ്രയിൽ അബീയേസനായ യോവാശിന്റെ കരുവേലകത്തിന് കീഴെ ഇരുന്നു. അവന്റെ മകനായ ഗിദെയോൻ കോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന്, അവന്റെ മകനായ, ദൈവത്തിന്റെ സ്തോത്രം, ദൈവമക്കളെ, യോവാശിന്റെ മകനായ ഗിദെയോൻ എന്താണ് ചെയ്തിരുന്നത്? കോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന്, ശത്രുവായിരിക്കുന്ന മിദ്യാന്യരുടെ കയ്യിൽ അവൻ്റെതായ ആ ഗോതമ്പ് പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുകയായിരുന്നു. പേടിച്ചാണത്. മുന്തിരിച്ചക്ക മുന്തിരിങ്ങാട്ടി വീഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്, മുന്തിരിച്ചാറെടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവൻ ഗോതമ്പ് കൊണ്ട് മെതിച്ചെടുക്കുന്നത് ഈ മുന്തിരിച്ചക്കിൻ്റെ മറവിൽ നിന്നാണ്, പേടിച്ച്. അല്ലെങ്കിൽ ശത്രു അത് മുഴുവൻ തട്ടിക്കൊണ്ടു പോകും. ഒരു പേടിത്തുണ്ടനായിരുന്നു. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. എന്നാൽ ദൈവം ഒരുക്കിയ വഴികൾ എന്തെല്ലാമാണ്? 6-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം വായിച്ച്. 6-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി. യഹോവയുടെ ദൂതൻ അങ്ങനെ പേടിത്തുണ്ടനായി ഈ മുന്തിരിച്ചക്കിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ഗോതമ്പ് മെതിച്ചെടുക്കുന്നതായ ആ ഗിദെയോനെ കണ്ട് അവനെ സന്ദർശിച്ചിട്ട് എന്ത് പറഞ്ഞു? അല്ലയോ പരാക്രമശാലിയെ, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. നിന്നോടുകൂടെ ഉണ്ട്. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനെ, യഹോവ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഭവിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, ദൈവം സന്ദർശിക്കുകയാണ്. വളരെ വ്യക്തമായി ദൈവിക അരുളപ്പാട് അറിയിക്കുകയാണ്. ദൈവം നിന്നോടുകൂടെയുണ്ട്, ദൈവം നിന്നോടുകൂടെയുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. പേടിച്ചുണ്ടനായിരിക്കുന്ന ഈ ഗിദെയോനെ വിളിക്കുന്ന എന്താണ്? ദൈവം വിളിക്കുന്ന എന്താണ്? പരാക്രമശാലിയെ. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. വിളിച്ചിട്ട് എന്താണ് പറഞ്ഞത്? 6-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം വായിച്ച്. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോക. ഐ വിൽ മേക്ക് യു സ്ട്രോങ്. നിനക്ക് ബലമില്ല,
നിനക്ക് വലിയ കുലീനത്വമൊന്നും പറയാനില്ല, നിനക്കൊന്നും അവകാശപ്പെടാനായിട്ടില്ല. നീ പേടിച്ച് വിറയ്ക്കുന്നവനാണ്. ബട്ട് ഐ വിൽ മേക്ക് യു സ്ട്രോങ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. പൗലോസ് പറഞ്ഞില്ലേ, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം. അടുത്ത വാക്കെന്നാ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. ബേസിക്കലി ഐ ആം വീക്ക് ടോട്ടലി. ഞാൻ ഒരിക്കലും സ്ട്രോങ് അല്ല. ദൈവത്തിൻ്റെ സ്തോത്രം. പക്ഷേ there is a source which strengthen me. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കർത്താവ് ആരാണ്? ഇവിടെ എന്താണ് പറഞ്ഞത്? ദൈവം നിന്നോട് കൂടിയുണ്ട്, ദൈവം നിന്നോട് കൂടിയുണ്ട്. ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്നറിയാമോ? ഹിയർ ഗിദിയോൻ ഗോട്ട് എ റൈറ്റ് വിഷൻ. എ റൈറ്റ് വിഷൻ, ഒരു ആത്മീയത്തിൻ്റെ തുടക്കം. ദൈവമെടുത്ത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ ഇതിന് ദൈവം ആദ്യം തന്നെ കൊടുക്കുന്ന ഒരു ദൈവികമായ വെളിപ്പാടാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ആ വെളിപ്പാടിൽ രണ്ട് കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരും. ഗിദിയോന് മനസ്സിലായി, ഞാൻ ആരാണ്? ഞാൻ നിസ്സാരനാണ്, എൻ്റെ കുടുംബവും എന്തുള്ളൂ, ഞാൻ പേടിച്ച് വിറയ്ക്കുന്നവനാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ ഒന്നിനും കൊള്ളാവുന്നവനല്ല. യോഹന്നാസ്നാവിനെ പോലെ ഞാൻ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും യോഗ്യനല്ല. പൗലോസിയെ പോലെ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മഹത്വം. പക്ഷേ അങ്ങനെ വിനയപ്പെടുന്ന ദൈവമക്കളെ ശക്തീകരിക്കുവാൻ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ കരം ചലിക്കും. ഐ വിൽ മേക്ക് യു സ്ട്രോങ്. 6-ാം അധ്യായത്തിന് 15-ാമത്തെ വാക്യം വായിച്ച്. 6-ാം അധ്യായത്തിന് 15-ാമത്തെ വാക്യം. അവൻ അവനോട്, അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനശ്ശയിൽ എൻ്റെ കുലം എളിയതും. ഞാൻ ഈ ഇസ്രായേലിനെ രക്ഷിക്കാനോ? യുദ്ധത്തിൽ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും? എൻ്റെ എന്ത് ചെറിയ കുലമാണ്. വായിച്ചു. മനശ്ശയിൽ എൻ്റെ കുലം എളിയതും എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമല്ലോ എന്ന് പറഞ്ഞു. ദൈവമക്കളെ, വലിയൊരു മർമ്മം നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിനക്ക് ഉയരണമോ? ദൈവത്തിൻ്റെ ശക്തി നിന്നിലേക്ക് പ്രവഹിച്ച് കിട്ടണമോ? താഴുക, താഴുക, താഴുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം, ദൈവത്തിൻ്റെ സ്തോത്രം. തമ്പുരാനെ പറ്റി അമ്മ പറഞ്ഞില്ലേ, കന്യാമറിയാൻ പറഞ്ഞില്ലേ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഒന്ന് വിനയപ്പെടാമോ? ഒന്ന് താഴാമോ? അപ്പോൾ ദൈവം പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ ശക്തിയുള്ളതായ പരിപൂർണ വിശ്വാസവും അവനവൻ്റെ ബലഹീനമുള്ളതായ പരിപൂർണമായ അംഗീകാരവും, അതാണ് ജയിക്കാനുള്ളതായിരിക്കുന്ന മാർഗം. നന്ദിയോടെ, നന്ദിയോടെ സ്തോത്രം. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, എ റൈറ്റ് വിഷൻ. കന്യാമറിയാമിന് ദൂതൻ്റെ ദർശനം കിട്ടിയില്ലേ? ഗബ്രിയേൽ ദൂതൻ വന്ന് പ്രത്യക്ഷപ്പെട്ടില്ലേ? നല്ലൊരു തുടക്കമായിരുന്നു. പൗലോസിയാക്ക് ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് ദൈവദർശനം കിട്ടിയില്ലേ? വലിയ വെളിച്ചം വന്ന് വെട്ടിമിന്നിയില്ലേ? ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, എ റൈറ്റ് വിഷൻ, ശരിയായ ഒരു കാഴ്ചപ്പാട്. ദൈവമക്കളെ, നിങ്ങൾക്ക് ഹൃദയ കണ്ണ് തുറന്ന് കിട്ടണ്ടേ? യേശു ഒരു യാഥാർത്ഥ്യമായി നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ടോ? കാൽവരിൽ കത്തി ജ്വലിച്ച് നിൽക്കുന്ന സ്നേഹത്തിൻ്റെ വെളിച്ചം നിങ്ങളിലേക്ക് കത്തി പടർന്നിട്ടുണ്ടോ? ഞാൻ നിങ്ങളോട് വിനയത്തോടെ ചോദിക്കട്ടെ, അല്പമെല്ലാം രുചിച്ചുകൊണ്ട് അനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത്. തുറക്കപ്പെട്ടതായി തിരുവിഴാവിൽ നിന്ന് ഒഴുകി വരുന്ന ഉറവയുടെ ഒഴുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവിടെ നിന്നുള്ള സുഗന്ധം നിങ്ങൾ മക്കളെ മണത്തിട്ടുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ജീവൻ്റെ ഒഴുക്കല്ലേ? അത് സ്നേഹത്തിൻ്റെ ഒഴുക്കല്ലേ? അത് അനുഗ്രഹത്തിൻ്റെ ഒരിക്കലും വറ്റാത്ത ഒഴുക്കല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ യേശുവിനെ നിങ്ങൾ കള്ളിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ട് ചുംബിച്ച് ആ സ്നേഹത്തിൻ്റെതായ ഹൃദയം ഒന്ന് പകരാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആ ക്രൂശിൻ്റെ ദിവ്യ ദർശനം നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ടോ? ഒരു മരക്രൂശിൻ്റെ കാര്യമൊന്നുമല്ല നിങ്ങളോട് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, പുറമെ കാണുന്നതായ കണ്ണുകളുടെ കാര്യമല്ല. ദർ ഇസ് എ സീയിങ് ഐസ് ആൻഡ് ദർ ഇസ് എ സെൻസിങ് ഐസ്. ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവോ? ആ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതാ നിങ്ങൾ ഇന്ന് പലപ്പോഴും കാണുന്നത്. ദൈവമക്കളുണ്ട്, കൂട്ടായ്മയുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്, കുർബാനയുണ്ട്, ആരാധനയൊക്കെ ഉണ്ട്. അതിൻ്റെ പിന്നിൽ ഹല്ലേലൂയ, 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 കാൽവറിയിൽ ചുടുരക്തം വാർന്നൊലിച്ച് കിടക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സജീവമായിരിക്കുന്ന ഒരു ദിവ്യ ദർശനം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? അതൊരു ഭാഗ്യമാണ് ദൈവമക്കളെ, അതൊരു കൃപയാണ് ദൈവമക്കളെ. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ കരുണയാണ് ദൈവമക്കളെ. നിങ്ങൾക്കൊന്ന് വിനയപ്പെടാമോ? കർത്താവേ, എൻ്റെ കണ്ണൊന്ന് തുറന്നു തരണമേ. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, അതാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. ആദ്യത്തെ തുടക്കം എന്ന് പറയുന്നത് ദൈവത്തെ റൈറ്റ് വിഷൻ, ശരിയായൊരു ദൈവിക ദർശനം.
രണ്ടാമത്തെ കാര്യം എന്താണ്? 6-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം. 6-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം. ഞാൻ പോയി എന്റെ വഴിപാട് കൊണ്ടുവന്ന് നിന്റെ മുമ്പാകെ വെക്കുവോളം ഇവിടെ നിന്ന് പോകരുതേ എന്ന് അവനോട് പറഞ്ഞു. നീ മടങ്ങി വരുവോളം ഞാൻ താമസിക്കാം എന്നവൻ അരുളി ചെയ്തു. എനിക്ക് കർത്താവിൻ്റെ ദിവ്യമായിരിക്കും ദർശനം ഗിദിയോന് കിട്ടിയപ്പോൾ നീ ഇവിടുന്ന് പോകരുത്. ദൈവത്തിന് സ്തോത്രം, എനിക്ക് ചില കാര്യങ്ങളെല്ലാം നിന്റെ കാൽക്കൽ സമർപ്പിക്കാറുണ്ട്. തുടർന്ന് വായിച്ചേ. അങ്ങനെ ഗിദെയോൻ ചെന്ന് ഒരു കോലാട്ടിൻ കുട്ടിയെയും ഒരു പറ മാവ് കൊണ്ട് പുളിപ്പില്ലാത്ത വടകളെയും ഒരുക്കി മാംസം ഒരു കുട്ടയിൽ വെച്ച് ചാറ് ഒരു കിണ്ണത്തിൽ പകർന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ചെന്നിട്ട് ആട്ടിൻകുട്ടിയെ ഒരുക്കി ദൈവസന്നിധിയിൽ യാഗമർപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരികയാണ്. ഒന്ന്, എ റൈറ്റ് വിഷൻ. ദൈവത്തിൻ്റെ വ്യക്തമായ സാന്നിധ്യം കിട്ടി, ദൈവത്തിൻ്റെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് കിട്ടി. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തെ കണ്ടു, ആന്തരിക നയനങ്ങൾ കൊണ്ട് കണ്ടു. അത് കണ്ട വഴിയെ തോന്നിയെന്നാണ് എ റൈറ്റ് സറണ്ടർ, ഒരു വ്യക്തമായ സമർപ്പണം. ഇനി ഞാൻ നിന്നെ വിടുകയില്ല, എന്നെയും എനിക്കുള്ള സകലത്തെയും അരുമനാഥൻ്റെ കാൽക്കൽ എനിക്കൊന്ന് സമർപ്പിക്കണം, അതുവരെ ഇന്ന് വിട്ടുപോകരുത്. ദർശനം, ഒരു ദിവ്യ ദർശനം കഴിഞ്ഞതിന് ശേഷം ഒരു പൂർണ്ണമായ പ്രതിഷ്ഠ, സ്വയ സമർപ്പണം. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാനായിട്ട്. എന്താണ് സമർപ്പണം? ഇനി ഞാൻ മുഴുവൻ നിൻ്റെയാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി എനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. ഈ ആടിനെ യാഗമർപ്പിക്കുന്ന പോലെ എന്നെയും എനിക്കുള്ള സകലത്തെയും പരിപൂർണമായി ഇനി വീണ്ടും എനിക്ക് തിരിച്ചെടുക്കേണ്ട നിൻ്റെ മാത്രമാകിയാണ്. ആടിനെ കഴുത്തറുത്ത് യാഗമർപ്പിച്ചാൽ പിന്നെ എന്നെ തിരികെ കിട്ടുകയില്ല. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് ശൗലിന് ഈ ദിവ്യമായിരിക്കും ദർശനമുണ്ടായി. അവിടെ കിടന്നുകൊണ്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, വാട്ട് വിൽ ദൗ ഹാവ് മീ ടു ഡു ജീസസ്? ഇനി ഞാൻ എന്ത് ചെയ്യണം? വന്നതായ വഴികളെല്ലാം തെറ്റിപ്പോയി. എൻ്റെ ആത്മീയം തികച്ചും പോഷ്കിലായിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്ന് ഞാനൊരു യു ടേൺ എടുക്കുകയാണ്. ഇനി നിൻ്റെ പിന്നാലെയുള്ള നടപ്പ് മാത്രമേ ഉള്ളൂ. ദൈവമക്കൾ, ഇത് കേട്ടിട്ട് പോയാൽ പോരാ. ഇന്ന് ദൈവമക്കളുടെ ജീവിതത്തിൽ അത്ഭുതകരമായിരിക്കുന്ന ഒരു മാറ്റവും ഒരു പുതിയ അനുഭവവും തുടക്കം കുറിക്കുന്ന ദിവസമായി മാറണം. നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. ആഫ്റ്റർ ദി റൈറ്റ്സ്, ദൈവത്തിന് വിഷൻ വേണ്ടത് എന്നാണെന്നറിയാമോ? എ റൈറ്റ് സറണ്ടർ, പരിപൂർണമായിരിക്കുന്ന സമർപ്പണം. കന്യമറിയാവിനെ പോലെ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, ഇനി ഞാൻ എൻ്റെ വകയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ യാഗവസ്തു, ആടിനെയും എല്ലാം കൊണ്ടുവന്നു. ദൈവം അവൻ എവിടെയാ? തുടർന്ന് വായിച്ച് 19-ാമത്തെ വാക്യം വായിച്ച്. 19. അങ്ങനെ ഗിദെയോൻ ചെന്ന് ഒരു കോലാട്ടിൻ കുട്ടിയെയും ഒരു പറ മാവ് കൊണ്ട് പുളിപ്പില്ലാത്ത വടകളെയും ഒരുക്കി മാംസം ഒരു കുട്ടയിൽ വെച്ച് ചാറൊരു കിണ്ണത്തിന്മേൽ പകർന്ന് കരുവേലകത്തിൻ കീഴെ കൊണ്ടുവന്നവന്റെ മുമ്പിൽ വെച്ചു. കരുവേലകം എന്ന് പറയുന്ന ഒരു വൃക്ഷത്തിന്റെ കീഴെ കൊണ്ടുവന്ന് ഈ യാഗവസ്തു എല്ലാം കൂടി സമർപ്പിച്ചു. ഉടനെ ദൈവദൂതൻ എന്താ പറഞ്ഞത്? വായിച്ച്. അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവനോട്, മാംസവും പുളിപ്പില്ലാത്ത വടകളും എടുത്ത് ഈ പാറമേൽ വെച്ച് ചാറതിന്മേൽ ഒഴിക്കുക എന്ന് കൽപ്പിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. എല്ലാവരും ശ്രദ്ധിച്ച്. സമർപ്പണം എടുത്തു, ശരിയാണ്, കൊണ്ടുവന്നു, ശരിയാണ്. ബട്ട് സമർപ്പിക്കുന്നത്, കേൾക്കണമേ, സമർപ്പിക്കുന്നത് അറ്റ് ദി റൈറ്റ് പ്ലേസ്, ശരിയായ സ്ഥാനത്താണ് സമർപ്പിക്കേണ്ടത്. ഈ മരത്തിൻ്റെ കീഴിലല്ല. സമർപ്പിക്കേണ്ടതായ യാഗവസ്തു സമർപ്പിക്കേണ്ട ഒരു സ്ഥലമുണ്ട്. അതെന്താണ്? തകർക്കപ്പെട്ട പാറയാകുന്ന കർത്താവായ യേശുക്രിസ്തു. ഈ പാറമേൽ വയ്ക്കാൻ പറഞ്ഞു. അവിടുന്ന് മുഴുവൻ ഇപ്പം നീ വെച്ചെടുത്തങ്ങ് എടുക്ക്. അത് എടുത്തതിന് ശേഷം യുഗങ്ങളുടെ പാറയായിരിക്കുന്ന കർത്താവിൻ്റെ കാൽക്കളാണ് നീ സമർപ്പണം എടുക്കേണ്ടത്. മർമ്മം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. എന്നെ വിലയ്ക്ക് വാങ്ങിയ ഒരാളേ ഉള്ളൂ. ജീവരക്തം മറുപടിയായി കൊടുത്തതിന് വിലയ്ക്ക് വാങ്ങിയ ഒരാളേ ഉള്ളൂ. അതൊരു പുണ്യവാളനല്ല, അതൊരു കൂട്ടായ്മയല്ല, അതൊരു പരിശുദ്ധനല്ല, അത് ഏതെങ്കിലും ഒരു കബറല്ല, അത് ഏതെങ്കിലും ഒരു തീർത്ഥാടന കേന്ദ്രമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറുവിലയായി രക്തം ഒഴുകി വന്നൊരു സ്ഥലമുണ്ട്. അതാണ് കാൽവറി മല. നന്ദിയോടെ സ്തോത്രം. അതാണ് യുഗങ്ങളുടെ പാറ. ദൈവത്തിൻ്റെ സ്തോത്രം. അതാണ് പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 10-ാം അധ്യായത്തിൽ പറയും, ആ പാറ ക്രിസ്തുവായിരുന്നു. ഈ പാറമേൽ നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചിട്ടുണ്ടോ? ആ തകർക്കപ്പെട്ട പാറയിൽ നിങ്ങളുടെ ജീവിതം സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ദൈവമക്കളെ, ഇല്ലാത്ത ദൈവമക്കൾ ഈ സമയത്തൊരു സമർപ്പണം എടുക്കണം. കർത്താവായി യേശുക്രിസ്തു ജീവരക്തം വാർന്നൊലിക്കുന്ന ക്രൂശിൻ ചോട്ടിലേക്ക് നിങ്ങളൊന്ന് വന്നേ. കർത്താവേ, നീ എനിക്ക് വേണ്ടി മരിച്ചു. നിന്റെ ജീവരക്തം അവസാനത്തെ ആ തുള്ളി ചോര വരെയും എനിക്ക് വേണ്ടി ഒഴുക്കി തന്നു. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം.
ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് നീ എനിക്ക് വേണ്ടി മരിച്ചു, നിന്റെ ജീവൻ എനിക്ക് വേണ്ടി പകർന്നു തന്നു. ഇനി ഞാനല്ല ജീവിക്കുന്ന, എന്നിൽ വസിക്കുന്ന ക്രിസ്തുവാണ്. നന്ദിയോടെ സ്തോത്രം. എന്നെയും എനിക്കുള്ള സകലത്തെയും അരുമനാഥൻ്റെ ക്രൂശിൻ ചോട്ടിൽ ഞാൻ സമർപ്പിക്കുന്നു. ഒരു വ്യക്തമായ സമർപ്പണം എടുക്കാൻ ആരെല്ലാം തയ്യാറാകുന്നുണ്ട്? ഞാനും എൻ്റെ സമർപ്പണത്തെ പുതുക്കുകയാണ്. അരുമനാഥൻ്റെ സ്വർഗത്തിൻ്റെ തീ സമർപ്പണത്തിൽ ഇറങ്ങട്ടെ. ഹാലലുയ. സമർപ്പണത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ആളിക്കത്തട്ടെ. ഞാനൊരു പുതിയ അധ്യായം തുടങ്ങുന്ന ഒരു ദിവസമായി, ഒരു നിമിഷമായി ഇത് മാറട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. എ റൈറ്റ് വിഷൻ, എ റൈറ്റ് സറണ്ടർ. ദൈവത്തിൻ്റെ സ്തോത്രം. എവിടെ? ദൈവത്തിൻ്റെ സ്തോത്രം. സറണ്ടർ അറ്റ് ദി റൈറ്റ് പ്ലേസ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ. ദൈവത്തിൻ്റെ സ്തോത്രം. ചിലരൊക്കെ പറയില്ലേ, ഞാൻ പള്ളിക്ക് സമർപ്പിച്ചു, പുണ്യവാളന് സമർപ്പിച്ചു, അടിമ വെച്ചു എന്നൊക്കെ പറയില്ലേ. നമുക്ക് ഒരേ യജമാനേ ഉള്ളൂ. ആ യജമാനൻ നല്ലവനായ കർത്താവായ യേശുവാണ്. ആ യജമാൻ്റെ കീഴിലായിരിക്കുന്ന അടിമയാണ് ഞാൻ. അടുത്ത കാര്യം എന്താണ്? 6-ാം അധ്യായത്തിന് 25 വായിച്ച്. ദൈവത്തിൻ്റെ സ്തോത്രം. അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, നിന്റെ അപ്പന്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുവന്ന് നിന്റെ അപ്പനുള്ള ബാലിൻ ബലിപീഠം ഇടിച്ച് അതിനരികെയുള്ള അശേരാ പ്രതിഷ്ഠയെ വെട്ടിക്കളക. ബാലിൻ ബലിപീഠം ഇടിച്ച് അശേരാ പ്രതിഷ്ഠകളെ വെട്ടിക്കളഞ്ഞ് ഈ ദുർഗത്തിന്റെ മുകളിൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് നിയമപ്രകാരം ഒരു യാഗപീഠം പണിത്. ദൈവത്തിന്റെ മഹത്വം. ദൈവമക്കളെ, നിങ്ങൾക്ക് മനസ്സിലായി പറഞ്ഞിട്ടുണ്ട്. എ റൈറ്റ് ബിഗിനിങ്. വ്യക്തമായ സമർപ്പണം എടുത്തോ നിങ്ങൾ. അശേരാ പ്രതിഷ്ഠകളെ തകർത്ത് കളയണം. ബാലിൻ്റെ വിഗ്രഹങ്ങളെ മുടിച്ചു കളയണം. ദൈവത്തിൻ്റെ സ്തോത്രം. ഇതുവരെ ഉണ്ടായിരുന്ന സകലവിധമായിരിക്കുന്ന അന്ധവിശ്വാസത്തിൻ്റെയും ദൈവങ്ങളെ അടിസ്ഥാനം വരെ നിങ്ങൾ മാന്തി എടുത്ത് എറിഞ്ഞു കളയണം. ഫ്രം ടുഡേ ഓൺവേഴ്സ് ഐ എം എ ബ്രാൻഡ് ന്യൂ പേഴ്സൺ. ദി ഓൾഡ് ഹാസ് ഗോൺ, ന്യൂ ഹാസ് കം. ദൈവത്തിന് എ ടോട്ടലി ബ്രാൻഡ് ന്യൂ പേഴ്സൺ. പൊത്തുവർത്ത ആത്മീയം വിടു ദൈവമക്കളെ. ഹാലലുയ. ദൈവം പലതും തകർത്ത് കളയാനില്ലേ? പല വിഗ്രഹങ്ങളും ഇല്ലേ? പല മിഥ്യാമൂർത്തികളും ജീവിതത്തിൽ ഇല്ലേ? ഇന്നും അനേകരുടെ ജീവിതത്തിൽ പണം, ദ്രവ്യം എന്ന് പറയുന്ന ഒരു ബിംബമല്ലേ? ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തുവിനെ മാത്രം അറിയുന്നതായി അനുഭവിക്കുന്ന രുചിയിലേക്ക് നിങ്ങൾ വരണ്ടേ? ആത്മീയത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞ് ഒരു ഉന്നതമായിരിക്കുന്ന ആത്മീയ നിലവാരത്തിലേക്ക് വരുമ്പോൾ തന്നെ അയക്കുന്ന പൗലോസ് പറഞ്ഞ പോലെ നമുക്കും പറയാൻ സാധിക്കും, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ മുമ്പിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചിരിക്കുന്നു. ആഗ്രഹമല്ല പറഞ്ഞത്, ദാറ്റ്സ് എ നിർണയമാണ്. വളരെ വ്യക്തമായൊരു തീരുമാനമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ സ്തോത്രം. എ റൈറ്റ് സ്റ്റെപ്പ്. തീരുമാനം എടുത്തോ നിങ്ങൾ. ദൈവത്തിൻ്റെ സ്തോത്രം. പൗലോസ് ദമസ്കോസിൻ്റെ ഒടുവാദങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് ആരായിട്ടാണ്? ശൗല് പൗലോസായിട്ടാണ് എഴുന്നേറ്റത്. ദൈവത്തിൻ്റെ മക്കളെ സുവിശേഷത്തിനെയും എതിരായിട്ട് ഓടിയായിരിക്കുന്ന കാലുകൾ ആ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ ഓടുന്ന കാലുകളായി മാറി. നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. ദൈവത്തിൻ്റെ മഹത്വം. കർത്താവിന് സ്തോത്രം. അനേകർക്ക് ശരീരം വിട്ടുകൊടുത്തായ പാപിനിയായിരിക്കുന്ന സ്ത്രീ കർത്താവായ യേശുക്രിസ്തുവിനെ കൊണ്ട് ഉയർത്തുന്നിട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ ചൈതന്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുന്ന ഒരു സുവിശേഷികയായിട്ട് മാറി. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോസ്തലന്മാരുടെ അപ്പോസ്തല. നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം. ജീവിതത്തിൽ മാറ്റം വരണ്ടേ? പുത്തോരു താല്പര്യമല്ല ദൈവമക്കളെ. എ റൈറ്റ് ബിഗിനിങ് മാത്രം പോരല്ലോ. വായിച്ച് 7-ാം അധ്യായത്തിന് 2-3 വാക്യങ്ങൾ വായിച്ച്. 7-ാം അധ്യായത്തിന് 2-3 വാക്യം. യഹോവ ഗിദെയോനോട്, നിന്നോടുകൂടെയുള്ള ജനം അധികമാകുന്നു, എന്റെ കൈ എന്നെ രക്ഷിച്ചുവെന്ന് ഇസ്രായേൽ. ഗിദെയോൻ യുദ്ധത്തിന് പോവുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, പക്ഷേ അവൻ്റെ കൂട്ടത്തിൽ വലിയൊരു സൈന്യ വ്യൂഹമുണ്ട്. കരുത്തുള്ള ശേഷിയും ശേമുഷിയുമുള്ളതായ വലിയ ഒരു സൈന്യ സമൂഹം ഗിദെയോൻ്റെ കൂടെയുണ്ട്. എൻ്റെ കൂട്ടത്തിലെ ആളുകളെല്ലാം ധാരാളമുണ്ടല്ലോ. നല്ല ശക്തിയുള്ളതായ ഒരു സൈന്യ സന്നാഹമാണല്ലോ എനിക്കുള്ളത് എന്നൊരു ബോധ്യവും ഗിദെയോനുണ്ട്. പക്ഷേ യഹോവയായ ദൈവം എന്താ പറഞ്ഞ വായിച്ചേ? എന്റെ കൈ എന്നെ രക്ഷിച്ചുവെന്ന് ഇസ്രായേൽ എന്റെ നേരെ വമ്പ് പറയാതിരിക്കേണ്ടതിന് ഞാൻ മിദ്യാനരെ ഇവരുടെ കയ്യിൽ ഏൽപ്പിക്കയില്ല. ആകയാൽ നീ ചെന്ന് ആർക്കെങ്കിലും ഭയവും ഭീരുതയും ഉണ്ടെങ്കിൽ അവൻ ഗിലെയാദ് പർവ്വതത്തിൽ നിന്ന് മടങ്ങിപ്പോയിക്കൊള്ളട്ടെ എന്ന് ജനത്തിൽ പ്രസിദ്ധപ്പെടുത്തുക എന്ന് കൽപ്പിച്ചു. എന്നാറേ ജനത്തിൽ 22,000 പേര് മടങ്ങിപ്പോയി, 10,000 പേര് ശേഷിച്ചു. യഹോവ പിന്നെയും ഗിദെയോനോട്, ജനം ഇനിയും അധികമാകുന്നു, അവരെ വെള്ളത്തിങ്കിലേക്ക് കൊണ്ടുപോക, അവിടെ വെച്ച് ഞാൻ അവരെ പരിശോധിച്ചു തരാം. ഇവൻ നിന്നോടുകൂടെ പോരട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരട്ടെ, ഇവൻ നിന്നോടുകൂടെ പോരേണ്ട എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരേണ്ട എന്ന് കൽപ്പിച്ചു. നിങ്ങൾക്ക് മനസ്സിലായോ? 10,000 കണക്കിന് ആളുകളുമായി
എൻ്റേതായിരിക്കുന്ന കരബലവും ശക്തിയും എനിക്ക് ജയം തന്നുവെന്ന് ഒരിക്കലും ഒരു മനുഷ്യനും പറയാൻ ഇടവരരുത്. പട്ടാളക്കാരുടെ എണ്ണം അങ്ങ് കുറയ്ക്കുക. 10,000 ഒന്നും വേണ്ട. ദൈവത്തിൻ്റെ സ്തോത്രം, ഒരു ചെറിയ കൂട്ടം ആളുകൾ മാത്രം മതി. ദൈവത്തിൻ്റെ സ്തോത്രം എന്താണ്? എ റൈറ്റ് ഫെയ്ത്ത്. എ റൈറ്റ് ഫെയ്ത്ത് എന്തിനാ? സൈന്യത്തിൻ്റെ ബലത്തിലല്ല, കരബലത്തിലല്ല. ദൈവത്തിൻ്റെ സ്തോത്രം ദൈവമക്കളെ മനുഷ്യശക്തിയിലല്ല, മനുഷ്യബുദ്ധിയിലല്ല. ഇത് ഏകനായി മഹാത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവശക്തിയിൽ മാത്രമുള്ളതായിരിക്കുന്ന ആശ്രയം. ഹാലല്യ. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല. ദൈവത്തിൻ്റെ കരബലം, ദൈവത്തിൻ്റെ ഭുജം. ഹാലലൂയ. നന്ദിയോടെ സ്തോത്രം. കൂട്ടായ്മയുടെ കരുത്ത് അതാണ്. കുറേ ആളുകൾ കൂടി വരുന്നതല്ല, അതിനകത്ത് കുറേ സമ്പന്നരുണ്ടല്ലോ എന്നുള്ളതല്ല, വേദശാസ്ത്ര പണ്ഡിതന്മാരുടെ പ്രസംഗിക്കാനുള്ളതായ ഒരു കൂട്ടമുണ്ടല്ലോ എന്നുള്ളതൊന്നുമല്ല. ഹാലലൂയ, ഹാലലൂയ. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ആന്തരിക ശക്തിയുണ്ട്. അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ഞാൻ എപ്പോഴും പറയാറില്ലേ, ദി ഓൺലി ഡ്രൈവിംഗ് ഫോഴ്സ് ഈസ് ഹോളി സ്പിരിറ്റ്. ദൈവത്തിന് ഒരു നായകനേ ഉള്ളൂ, ഒരു ശക്തിയേ ഉള്ളൂ, ഒരു ബലമേ ഉള്ളൂ. അത് പ്രാണപ്രിയനായ കർത്താവായ യേശു ക്രിസ്തു. അത് ഒരിക്കലും പറ്റാത്തൊരു ഉറ പോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നിന്നാണ് ഒഴുകുന്നത്? ചങ്ക് പൊട്ടി ഒഴുകിയതായ തിരുവിലാവിൽ നിന്നാണ്. ഹാലലൂയ. അതുകൊണ്ടാണ് ഈ കൂട്ടായ്മ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെയും ശക്തിയോടെ മുന്നോട്ട് പോകുമെന്നുള്ള ഉറപ്പുമുള്ളത്. കാരണം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായ കുറേ യോഗ്യരായിരിക്കുന്ന ആളുകളുടെ കരബലമല്ല, അവരുടെ ബുദ്ധിശക്തിയല്ല, അവരുടെ വേദശാസ്ത്ര പാണ്ഡിത്യമല്ല, അവിടെ വരുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ബലമല്ല. ഹാലലൂയ. ഒരേ ഒരു ബലം, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം കർത്താവായ യേശു ക്രിസ്തു. അത് പൊട്ടി ഒഴുകിയതായ ശക്തി, അതിൻ്റെ ഉറവിടം തിരുവിലാവ്. ഹാലലൂയ, ഹാലലൂയ. ദൈവമക്കളെ, ഈ ഒഴുക്കിനെ ആർക്കും തടയാൻ സാധ്യമല്ല. ഈ നിർമ്മല സുവിശേഷത്തെ ആർക്കും തടുത്തു നിർത്താൻ സാധ്യമല്ല. ഇത് കർത്താവിൻ്റെ രണ്ടാമത്തെ ഒരു ശക്തിയോടെ മുന്നേറിക്കൊണ്ടിരിക്കും. കാരണം ഇതിന് ഉടമസ്ഥനും ശക്തിയും കേന്ദ്രവും ഒന്നേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. എ റൈറ്റ് വിഷൻ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അത് മാത്രം പോരല്ലോ, ഇനി മുന്നോട്ട് പോകണ്ടേ? വായിക്കാം. 7-ാം അധ്യായത്തിൻ്റെ 20-22 വാക്യങ്ങൾ വായിച്ചേ. 3 കൂട്ടവും കാഹളമൂതി കുടങ്ങൾ ഉടച്ചു. ഗിദെയോൻ പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, നമ്മൾ ശത്രു സൈന്യത്തെ കീഴടക്കാനായിട്ട് പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവരുടെ മതിൽക്കെട്ടുകളെല്ലാം ഇടിച്ച് അവരിലേക്ക് നമ്മൾ കയറി അവരുടെ അധികാരം മുഴുവൻ നമ്മൾ ഏറ്റെടുക്കാൻ പോവുകയാണ്. അതിനെന്ത് ചെയ്യണം? വായിച്ചു. ഇടതു കൈയിൽ പന്തവും വലതു കൈയിൽ ഊതുവാൻ കാഹളവും പിടിച്ചു. യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി വാളും നാർത്തു. അവർ പാളയത്തിന്റെ ചുറ്റും ഓരോരുത്തൻ താന്താന്റെ നിലയിൽ തന്നെ നിന്നു. ശത്രുപാളയത്തിന്റെ ചുറ്റും ഗിദെയോനും ആ ഒരു ചെറിയ കൂട്ടം ആളുകളും ദൈവത്തിന് സ്തോത്രം കുടത്തിനകത്ത് പന്തവും കയ്യിൽ വാളുമായിട്ട് നിന്നു. വായിച്ചു. പാളയമെല്ലാം പാച്ചിൽ തുടങ്ങി. അവർ നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോയി. ആ 300 പേരും കാഹളമൂതിയപ്പോൾ യഹോവ പാളയത്തിലൊക്കെയും ഓരോരുത്തന്റെ വാള് താന്താന്റെ കൂട്ടുകാരന്റെ നേരെ തിരിപ്പിച്ചു. സൈന്യം സെരോര വഴിയായി ബേത്ശിത്ത വരെയും തബ്ബത്തിനരികെയുള്ള ആബേൽ മെഹോലയുടെ അതിർവരെയും ഓടിപ്പോയി. പേടിച്ച് വരണ്ടോടിയപ്പോൾ ദൈവത്തിന് കാഹളമൂതിയപ്പോൾ, കാഹളം സ്തുതിയാണ്. ഹാലലൂയ. എ റൈറ്റ് വെപ്പൺ. ഹാലലൂയ. ദൈവമക്കളുടെ കരുത്തുള്ളതായ ശക്തിയുള്ള മൂർച്ചയുള്ളതായ ആയുധം എന്താണ്? ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവിന് സ്തുതി, രക്തം പുരണ്ട സ്തുതി, നന്ദിയുള്ളതായിരിക്കുന്ന സ്തുതി, ആരാധന. ഹാലലൂയ, ഹാലലൂയ. നന്ദിയോടെ സ്തോത്രം. എനിക്ക് സ്തുതിക്കിൽ നിന്ന് മൗനമായിരിക്കാനും നിന്നെ പുകഴ്ത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാനും കഴിയുകയില്ല. ഹാലലൂയ. സ്തുതികളിൽ അധിവസിക്കുന്ന നല്ലവനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു ഇറങ്ങി വരും. യേശുക്രിസ്തു പ്രവർത്തിക്കും. ഹാലലൂയ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ ചില വ്യക്തമായ കാര്യങ്ങൾ ദൈവകൃപയിൽ സന്നദ്ധപ്പെട്ട് നിങ്ങളെ ഓർപ്പിക്കുകയുണ്ടായി. ഗിദെയോനെ ദൈവം ഒരുക്കുകയാണ്, മൂർച്ചകൾ ആയുധമാക്കി മാറ്റുകയാണ്. അതിന് ദൈവം എടുത്ത് ഉപയോഗിച്ചതായ വഴികൾ എന്തെല്ലാമാണ്? എ റൈറ്റ് വിഷൻ. വളരെ വ്യക്തമായ ഒരു ദർശനം. ദൈവത്തിന് സ്തോത്രം. നമ്മെ സംബന്ധിച്ചിടത്തോളം കാൽവറിയിൽ കർത്താവായ യേശുക്രിസ്തു ഒരുക്കിയതായ രക്ഷയുടെ ദർശനം. നന്ദിയോടെ സ്തോത്രം. ആ ദർശനം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി ജീവരക്തം ഊറ്റി തന്ന കർത്താവായ യേശുക്രിസ്തുവിന് ക്രൂശിൻ ചൂടുള്ള സമർപ്പണം. രണ്ടാമത്തെ റൈറ്റ് സറണ്ടർ. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത്തെ എവിടെയാണ്? ആ സറണ്ടർ വേറെ എവിടെയെങ്കിലും, ഏതെങ്കിലും പള്ളിയിലോ മറ്റേതെങ്കിലും തീർത്ഥാടന കേന്ദ്രത്തിലെ റൈറ്റ് സറണ്ടർ അറ്റ് ദി ഫുട്ട് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ ചൂട്ടുള്ളതായിരിക്കുന്ന ആ സമർപ്പണം. സറണ്ടർ അറ്റ് ദി റൈറ്റ് പ്ലേസ്. ദൈവത്തിന് സ്തോത്രം. പിന്നെയുള്ളതായ കാര്യം എന്താ ദൈവമക്കളെ? ഹാലലൂയ. എ റൈറ്റ് ബിഗിനിങ്. എ റൈറ്റ് ബിഗിനിങ്. ഇതുവരെ വന്ന സകല പാപരാഗമോഹങ്ങളോട് യാത്ര പറഞ്ഞു.
ദൈവത്തിന് ബിംബങ്ങളെല്ലാം തകർത്തു. അരുമനാഥന് മാത്രം ചങ്കരത്ത് വെച്ച് പൂജിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതായ ആദ്യത്തെ സ്റ്റെപ്പ് എ റൈറ്റ് ബിഗിനിങ്. അടുത്ത എന്താണ്? എ റൈറ്റ് ഫെയ്ത്ത്. പിന്നീട് എൻ്റെ ശക്തിയിലല്ല, എൻ്റെ അറിവിലല്ല, എൻ്റെ ജ്ഞാനത്തിലല്ല, ഏകനായി മഹാത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയിൽ മാത്രം ആശ്രയിച്ചുള്ളതായിരിക്കുന്നതായ ഒരു മുന്നോട്ടുള്ളതായ ഗമനം. നന്ദിയോടെ സ്തോത്രം. ഇത് കഴിയുമ്പോൾ ജയം തന്ന ദൈവത്തിന് എ റൈറ്റ് വെപ്പൺ. അതെന്താണ്? സ്തുതിയാണ്, കാഹളമാണ്, ആരാധനയാണ്. വിളക്ക് കത്തിച്ച് പിടിച്ചുകൊണ്ടായിരിക്കുന്ന ആരാധന, അന്തരംഗത്തിൽ തീ കത്തിക്കൊണ്ടുള്ള നന്ദിയുടെ ആരാധന. ഏറ്റവും അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 8-ാം അധ്യായത്തിൻ്റെ 22-21 വാക്യങ്ങൾ. അനന്തരം ഇസ്രായേല്യർ ഗിദെയോനോട്, നീ ഞങ്ങളെ മിദ്യാന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചിരിക്കൊണ്ട് ഞങ്ങൾക്ക് രാജാവായിരിക്കണം. അങ്ങനെ തന്നെ നിന്റെ മകനും മകന്റെ മകനും. അത്ഭുതങ്ങൾ ഗിദെയോൻ നിന്നോട് പ്രവർത്തിച്ചപ്പോൾ ജനമെല്ലാം കൂടി ഒന്നിച്ചുകൂടി, നീ ഞങ്ങൾക്ക് രാജാവായിരിക്കണം, നീ ഞങ്ങളുടെ ഉടമസ്ഥനും ഞങ്ങളുടെ അധികാരിയും ഞങ്ങളെ ഭരിക്കുന്നവനും നയിക്കുന്നവനും നിയന്ത്രിക്കുന്നവനും ആയിരിക്കണം എന്ന് ഗിദെയോനോടൊന്ന് ജനം ഒന്നിച്ചാവശ്യപ്പെട്ടു. വായിക്കാം. ഗിദെയോൻ അവരോട്, ഞാൻ നിങ്ങൾക്ക് രാജാവാകയില്ല, എന്റെ മകനുമാകയില്ല, യഹോവയത്രേ നിങ്ങളുടെ രാജാവെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യഥാർത്ഥമായിരിക്കുന്ന ആത്മീയം എന്നിട്ട് പോലും നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവത്തിന് മഹത്വം, കർത്താവിന് സ്തോത്രം. ഇവിടെ അത്ഭുതകരമായി ജയം തന്നു. ശത്രു മുഴുവൻ തോറ്റോടി. ദൈവത്തിന് സ്തോത്രം. അത് ഈ ഗിദെയോന്റെ കേമം കൊണ്ടല്ല, ഗിദെയോന്റെ ശക്തി കൊണ്ടല്ല. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ പിന്നിൽ ഒരു അദൃശ്യമായ കരമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരേ ഒരു രാജാവ്, ഒരേ ഒരു ശക്തി, മഹത്വത്തിന് യോഗ്യൻ ഒരേ ഒരാൾ മാത്രം. അത് ജീവനുള്ള സത്യദൈവമായിരിക്കുന്ന യഹോവ മാത്രമാകുന്നു. നന്ദിയോടെ സ്തോത്രം. ഈ നിർമ്മല സുവിശേഷമാണ് പാവപ്പെട്ട അടിയന് നിങ്ങളെ ധരിപ്പിക്കാനായിട്ടുള്ളത്. ഈ നിർമ്മല സുവിശേഷമാണ് ഈ കൂട്ടായ്മയിൽ കൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ നിർമ്മല സുവിശേഷത്തിന് വാക്താക്കളായിട്ടാണ് പാവപ്പെട്ട അടിയങ്ങൾ നിൽക്കുന്നത്. മാനവും മഹത്വവും പുകഴ്ചയും ആരാധനയും ദൈവത്തിന് മഹത്വം വചനം പറയുന്ന ദൈവമക്കൾക്കല്ല, ദൈവത്തിന് സ്തോത്രം പ്രവർത്തിക്കുന്ന ദൈവമക്കൾക്കല്ല. ഒരാൾക്ക് മാത്രം 100% മഹത്വവും ആരാധനയും പുകഴ്ചയും എനിക്ക് വേണ്ടി കാൽവറിയിൽ പരമയാഗമായി തീർന്ന് ഇന്ന് ഉയർത്തം ജീവിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന് മാത്രം അവനെ പുകഴ്ചകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം നിറഞ്ഞ ദൈവമേ, വാഴ്ത്തപ്പെട്ട പൊന്നു കർത്താവേ, ഈ സ്വർഗീയമായ ആലോചനകൾക്കായി നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാനം, മഹത്വവും സ്തുതിയും പുകഴ്ചയും ആരാധനയും കർത്താവേ നിനക്ക് മാത്രം, നീ മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. ഞങ്ങളോ നിന്റെ കാതു തുളച്ച അടിമകൾ. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം ഞങ്ങളിൽ കൂടി മഹത്വം എടുക്കണമെന്ന് മാത്രമാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനായി അരുമനാഥൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെയും ഞങ്ങൾക്കുള്ള സകലത്തെയും ഏൽപ്പിച്ചു തരുന്നു. മഹത്വം തിരുമേനി മാത്രം എടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.